നമ്മുടെ പ്രാഞ്ചിയേട്ടനും പത്മശ്രീയും കൂടി ഐഫോൺ മേടിക്കാൻ പോയ കഥ കേട്ടിട്ടുണ്ടോ? അതായത് ഐഫോൺ 16 മേടിക്കാൻ പ്രാഞ്ചിയേട്ടനും പത്മശ്രീയും കൂടി പോയി. വില 72,900 രൂപ. പത്മശ്രീ ഐഫോൺ മേടിച്ചിട്ട് അത് ബില്ലൊക്കെ ചെയ്ത് പ്രാഞ്ചിയേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തു. പ്രാഞ്ചിയേട്ടൻ ആലോചിച്ചു, എന്തായാലും ഞാൻ ഈ ഫോൺ എൻ്റെ നെറ്റ്വർക്കിങ്ങിനും മാർക്കറ്റിങ്ങിനും പർച്ചേസിനുമൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. ഇത് ചിറമൽ ജുവലേഴ്സിൻ്റെ പേരിൽ GST നമ്പരൊക്കെ കൊടുത്ത് GST ബില്ലായിട്ട് തന്നെ മേടിക്കാം. അടുത്ത മാസം GST റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരം ഈ ഫോണിൻ്റെ 11,120 രൂപ GST ഇൻപുട്ട് ക്രെഡിറ്റ് കഴിഞ്ഞ് ബാക്കി GSTയെ പ്രാഞ്ചിയേട്ടന് അടയ്ക്കേണ്ടി വന്നോളൂ. അവിടെ ലാഭം 11,120 രൂപ. പിന്നീട് ആ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമായി. ഈ ഫോൺ പർച്ചേസ് കാരണം 2,780 രൂപ ആദ്യത്തെ വർഷം പ്രാഞ്ചിയേട്ടന് ഇൻകം ടാക്സ് സേവ് ചെയ്യാൻ പറ്റി. ഒന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ അടുത്ത വർഷം 2,363 രൂപ ഇതേപോലെ ഇൻകം ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഫോൺ കൊണ്ട് ആകെ മൊത്തം 18,534 രൂപ ഇൻകം ടാക്സ് ടോട്ടൽ സേവിങ്സ് കിട്ടും. അങ്ങനെ പത്മശ്രീ 72,900 രൂപ കൊടുത്ത് മേടിച്ച അതേ ഫോൺ സ്വന്തമാക്കാൻ 43,246 രൂപയെ ചിലവാകുന്നുള്ളൂ. അതായത് ഏകദേശം 40% ഡിസ്കൗണ്ട്. മില്യണേഴ്സ് എങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യും എന്ന റീലിൽ മെൻഷൻ ചെയ്ത ബിസിനസ് എക്സ്പെൻസിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. Thank you.